ജീവിതത്തിൻ്റെ തലങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചും കടന്നുപോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മെ ബലപ്പെടുത്തുകയും നമുക്ക് ആശ്വാസം പകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഇന്നും ദൈവത്തിൻ്റെ ദൂത് എത്രത്തോളം ശ്രമിച്ചിട്ടും നോക്കിയിട്ടും ഒരു വഴി കാണുന്നില്ല. അപ്രകാരം ജീവിതസ്ഥിതിയിൽ നിലനിൽക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, വഴിയില്ലാത്ത ഇടത്ത് യേശു വഴി കാണിച്ചു തരാൻ പോകുന്നു. അവിടെ വഴിയില്ല, എത്ര നോക്കിയിട്ടും വഴി കാണുന്നില്ല, യേശു കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൈവശബ്ദം. സങ്കീർത്തനം 16:11 വാക്യം: ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പരിശുദ്ധാത്മാവ് ആദ്യ വാക്യം തൊടുന്നു: നീ എനിക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. വഴി കാണിച്ചു തരുന്ന ദൈവം. ദൈവത്തിൻ്റെ വൈതിലെ ഈ ദൂത് ഈ ദിവസങ്ങളിൽ ചലിക്കുക. ഇതിൻ്റെ നിവർത്തി കൂടാരത്തിൽ കണ്ണുകൊണ്ട് ദർശിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കരം വ്യക്തതയോടെ ചലിക്കാൻ പോവുക. ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് ഒരു വഴി തുറക്കപ്പെടുന്നില്ല. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഒരു വാതിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ആ വഴി തുറന്നേ പറ്റൂ. അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ. ആ സ്ഥിതിയിലായിരിക്കുന്ന കുടുംബങ്ങളോടും ജീവിതങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് കൈമാറുക. വഴിയില്ലാത്തിടത്ത് വഴി കാണിച്ചു തരുന്ന ദൈവം. ഇന്ന് ദൂത് വിശ്വസിച്ചു. 107 സങ്കീർത്തനം 40 വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്: വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കി. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ആ ഒരു അനുഭവത്തെ കാണിക്കുന്ന വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് ഉഴലുമാറാക്കി. ദൈവത്തിൻ്റെ പൈതലെ, വാഗ്ദത്തമുള്ള ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ആ സ്ഥിതിയിൽ കൊണ്ടുവരാതെ ശൂന്യപ്രദേശത്ത് വഴിയില്ലാത്തൊടുത്ത് വഴി കാണിച്ചു തരുന്ന ദൈവം. മരുഭൂമിയിലാണെങ്കിലും വഴി കാണിച്ചു തരുന്ന ദൈവം. നിർജ്ജന പ്രദേശത്താണെങ്കിലും വഴി കാണിച്ചു തരുന്ന ദൈവം. വാഗ്ദത്തമുള്ള ദൈവത്തിന് ദൈവം ഏത് തലത്തിൽ നിന്നാലും, ഏത് രാജ്യത്ത് നിന്നാലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നാലും ആ വ്യക്തിക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കും. വഴിയില്ലാത്ത ചെങ്കടൽ പോലും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, വാഗ്ദത്തമുള്ള തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ വഴിയാക്കി മാറ്റിയില്ലേ? ദൈവത്തിൻ്റെ വൈതലെ, ഇന്ന് കാണുന്നത് പ്രതികൂലമാ, ഇന്ന് കാണുന്ന പ്രതിബന്ധമാ. പക്ഷെ അതിൻ്റെ നടുവിൽ സ്വർഗം ഒരു വഴി കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം അതിൻ്റെ നടുവിൽ ഒരു വഴി കണ്ടിട്ടുണ്ട്. ദൈവം കണ്ട വഴി വാഗ്ദത്തമുള്ള ദൈവം ഇതിൽ കാണും. ദൈവം ഒരുക്കുന്ന വഴി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ കാണും. ദൈവം മെനഞ്ഞെടുക്കുന്ന വഴി, കർത്താവിൻ്റെ പദ്ധതി, അത് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ കാണും. അതാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിക്കുക. അവിടെ നിന്ന് മടുത്തു, സഹിച്ചു മടുത്തു, സഹിഷ്ണുതയോടെ നിന്ന് മടുത്തു. ആ നിലവാരത്തിൽ ഇന്ന് ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, പ്രതിബന്ധം അനുഭവിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇതാ. ആകെ ഒരു കാലഘട്ടത്തിൽ അമ്മയെ പുറപ്പെട്ടു പോകുവാൻ, ഓടിപ്പോകുവാൻ ശ്രമിച്ചു ആ കഷ്ടതയിൽ നിന്ന്. എന്നാൽ അല്പകാലം അവിടെ കീഴടങ്ങിയിരിക്കുക ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം ആഗറിനെ പുറത്തു കൊണ്ടുവന്നില്ലേ? ആ കഷ്ടതയിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലേ? ദൈവത്തിൻ്റെ വൈതിലെ, ആ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കർത്താവിൻ്റെ വഴി, ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വഴി, ആ ഞെരുക്കത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വഴി ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവം വഴി കാണിച്ചു തരും. വഴിയില്ലാത്ത ഇടത്ത് കർത്താവ് വഴി കാണിച്ചു തരും. ആ
സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റം വരുവാൻ വഴി കാണുന്നില്ല. ദൈവത്തിൻ്റെ വൈതലെ ദൈവം വഴി കാണിച്ചു തരും. തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴി കാണിച്ചു തരും. ഈ ദൂത് വിശ്വസിച്ചേറ്റെടുക്കട്ടെ. അത്ഭുതം നടക്കാൻ പോകുന്നു. ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുക. കർത്താവ് ചെയ്യും. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി, അങ്ങയുടെ ദൂതിനായി സ്തോത്രം. വഴിയില്ലാത്തിടത്ത് വാഗ്ദത്തമുള്ള പൈതൽ നിൽക്കുമ്പോഴും സ്വർഗത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ കരം, ശാശ്വതമായ ഭുജം, അധികാരത്തോട് ഇന്ന് ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവിടെ വിഷയങ്ങളുടെ മേൽ ഇന്നൊരത്ഭുതം ദൈവകരത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.